ഗൈസ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അതുകൊണ്ട് തന്നെ എന്റെ പറമ്പിലൊക്കെ ഇതേപോലെ വെള്ളം കയറി കിടക്കാണ്. മഴ പെയ്ത കാരണം അതെ വാഴയും അതേപോലെ മരങ്ങളൊക്കെ വീണ് കിടക്കട്ടെ. പണ്ടൊക്കെ വെള്ളം കിട്ടി കിടക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പേപ്പർ വഞ്ചി കിട്ടിട്ട് ഇതേപോലെ കളിക്കാറുണ്ട്. സോ അങ്ങനെയൊരു സമയത്താണ് ഞാൻ ഏകദേശം 1 കൊല്ലം മുന്നേ വാങ്ങിയ RC ബോട്ടിന്റെ കാര്യം ഓർമ്മ വരുന്നത്. സോ ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവിടെ മഴ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് അടിച്ചോളൂ. ഈ കാണുന്നതാണ് എന്റെ കയ്യിലുള്ള RC ബോട്ട് എന്ന് പറയുന്നത്. ഇതാണ് ബോട്ട്, ഇതാണ് എന്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഗൈസ് നല്ല രീതിയിൽ കാറ്റ് വീശിട്ട്. സോ ഈ കാണുന്ന ബോട്ട് എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഓടിച്ചു വെക്കാൻ പോവാണ്. സോ തുറക്കാം. സോ നെക്സ്റ്റ് ഇത് പുറത്ത് വേണമെന്ന് നിങ്ങൾ കമന്റ് അടിക്കില്ല. സോ ഈ കാണുന്നതാണ് നമ്മുടെ RC ബോട്ട് എന്ന് പറയുന്നത്. 1 വർഷം മുന്നേ ഞാൻ വാങ്ങിച്ച ഒരു ഐറ്റം ആണ്. ഇതാണ് എന്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ RC ബോട്ട് എന്ന് പറയുന്നത്. സോ ഈ ബോട്ടിന്റെ മേലത്തെ ഈ ഐറ്റം നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. സോ അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമ്മുടെ ബാറ്ററി ഉണ്ട്. ഈ കാണുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. സോ ഈ ബാറ്ററി ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. സോ നമ്മുടെ ഐറ്റം ഓൺ ആയിട്ടുണ്ട്. കാണുന്നതാണ് റിമോട്ട് എന്ന് പറയുന്നത്. റിമോട്ടിന്റെ ഉള്ളിൽ നമുക്ക് 2 ബാറ്ററി ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ റിമോട്ടിലിട്ട ബാറ്ററി റീചാർജബിൾ ബാറ്ററി ആണ്. സോ വാങ്ങാൻ താല്പര്യമാണെങ്കിൽ പ്രൊട്ടക്ട് കൊടുത്തേക്കാട്ടാ. നമ്മുടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. സോ ഓൺ ആക്കി വെക്കാം. വാവ് ഐസപ്പേ നമ്മുടെ ബോട്ടും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. സോ ഈ കാണുന്ന വെള്ളത്തിലാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. ഐസപ്പ നമ്മുടെ ബോട്ടും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് വെള്ളത്തിലിറക്കാം. ബോട്ട് ഈ വെള്ളത്തിൽ വെച്ചിട്ട് ഓടാൻ പറ്റും നോക്കാം. വാവ് നിലത്ത് മുട്ടുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ബോട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഓടിക്കാൻ പോവാണ്. ഓടിച്ച് കളിക്കാനൊക്കെ അടിപൊളിയാണ്. സോ ഇതുപോലെ മഴക്കാലത്തൊക്കെ RC ബോട്ട് ഓടിച്ച് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് എന്റെ പ്രൊട്ടക്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്.